നമസ്കാരം. മൊസാദ് എന്ന ഇസ്രായേലിന്റെ ചാരസംഘടന എങ്ങനെയാണ് എതിരാളികളെ കെണിയിൽ കുരുക്കുന്നത് എന്നതിന്റെ തെളിവായി പല സംഭവങ്ങളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ കാര്യക്ഷമതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഉദാഹരണമായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികളെ നേരിട്ട പേജർ വോക്കി ടോക്കി സ്ഫോടനം. ഹിസ്ബുള്ള എന്ന അപകടം മുന്നിൽ കണ്ട് 10 വർഷത്തോളമായി ഇസ്രായേൽ ചാരസംഘടന ഇത്തരമൊരു ആസൂത്രണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് 2015 ആരംഭിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2015 തന്നെ ഹിസ്ബുള്ളയുടെ വോക്കി ടോക്കികളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ ഇസ്രായേൽ ശ്രമം തുടങ്ങിയിരുന്നു. ഇക്കാര്യത്തിൽ മൊസാദ് വിജയിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വാക്കി ടോക്കികളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു. അതോടൊപ്പം ഹിസ്ബുള്ളയുടെ ആശയവിനിമയത്തിലേക്ക് കടന്നു കയറാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ സംവിധാനവും ഇതിലടങ്ങിയിരുന്നു. 9 വർഷക്കാലം ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ രഹസ്യങ്ങളെല്ലാം മണത്തറിഞ്ഞു. ഭാവിയിൽ വാക്കി ടോക്കികളെ ബോംബുകളാക്കി മാറ്റാനുള്ള ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടായിരുന്നു നീക്കം. അപ്പോഴാണ് ശക്തമായ സ്ഫോടക വസ്തു ഘടിപ്പിച്ച പേജറുകളുടെ വരവ്. ഇതോടെ ഈ പദ്ധതിയാണ് വിപുലമാക്കിയത്. പേജർ സ്ഫോടനത്തിനുള്ള പദ്ധതി 2022 ഉയർന്നു വന്നത്. ആശയവിനിമയത്തിൽ ഹിസ്ബുള്ള കൂടുതൽ കരുതലെടുത്ത സമയത്താണ് പേജർ ബോംബുകളിലേക്ക് ശ്രദ്ധ തിരിയുന്നത്. ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. അപ്പോളോ AR-924 പേജറുകളുടെ പ്രാഥമിക വിവരവും ഹിസ്ബുള്ളക്ക് ലഭിച്ചത് 2 വർഷം മുൻപാണ്. അപ്പോളോ കമ്പനിയുമായി ബന്ധമുള്ള ഹിസ്ബുള്ളയുടെ വിശ്വസ്ത മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥയാണ് ഇതുമായി എത്തിയത്. 2022 മുതൽ ഹിസ്ബുള്ള ലെബനനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തിയത്. എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട്. എന്നാൽ ഇതിലൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല. അത്രയ്ക്ക് മികവോടെയായിരുന്നു മൊസാദിന്റെ ആസൂത്രണം. പേജറുകൾക്കായി തായ്വാൻ കമ്പനിയെ തിരഞ്ഞെടുത്തതും നിർണായകമായിരുന്നു. പേജർ നൽകുന്ന കമ്പനിക്ക് ഇസ്രായേലി ബന്ധമില്ലെന്ന് ഹിസ്ബുള്ള ഉറപ്പുവരുത്തിയിരുന്നു. ഈ നീക്കങ്ങളെല്ലാം മൊസാദ് മണത്തറിഞ്ഞു എന്നതാണ് പ്രത്യേകത. പേജറുകൾ പൊട്ടിത്തെറിച്ച് പരിശോധിച്ചാൽ പോലും സംശയമുണ്ടാകാത്ത വിധത്തിൽ ശ്രദ്ധയോടെയാണ് ബോംബുകൾ സ്ഥാപിച്ചത്. സെപ്റ്റംബർ 12 വരെ ഇസ്രായേലിലെ മിക്ക ഉന്നത ഉദ്യോഗസ്ഥർക്കും സ്ഫോടനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയുമായിരുന്നില്ല. ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നപ്പോൾ തന്നെ മൊസാദിന് ഓപ്പറേഷന് തയ്യാറായിരിക്കാൻ നിർദ്ദേശങ്ങളെത്തി. നേതൃത്വത്തിൽ നിന്നും സൂചന കിട്ടിയതോടെ സ്ഫോടനം കൃത്യമായി നടത്തുകയും ചെയ്തു മൊസാദ്. പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് 40 പേർ മരിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭീകരർക്കും ലെബനൻ പൗരന്മാരെയും ഒരുപോലെ ജീവൻ നഷ്ടമായി. ഇതോടെ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും താറുമാറായി. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലെബനൻ, ബെയ്റൂത്തിലെ പ്രാന്തപ്രദേശങ്ങൾ, കിഴക്കൻ ബേക്ക താഴ്വര എന്നിവിടങ്ങളിലാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഈ പേജർ സ്ഫോടനത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലിനെ നേരിടാൻ രംഗത്ത് വന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.